ഇതന്നെ സംഗതി. അതുകൊണ്ട് അള്ളാഹുവിനെ ഏൽപ്പിക്കാൻ തയ്യാറാകുമ്പോൾ അവൻ ഏറ്റെടുക്കും എന്നതാണ്. അതിന് അള്ളാഹിനെ കുറിച്ചുള്ള നമ്മളെ വിചാരം ക്ലിയർ ആയിരിക്കണം. മൻ റളിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യൻ വറസൂലാ. മൻ റളിയ ബില്ലാഹി റബ്ബ, അള്ളാഹുവിനെ റബ്ബായിട്ട് ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ, വബിൽ ഇസ്ലാമി ദീനൻ, ഇസ്ലാമിനെ ദീനായിട്ട് ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ, വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യൻ വറസൂല, മുഹമ്മദ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയും റസൂലുമായി ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ, വജദ ഹലാവത്തൽ ഈമാൻ, അവന് ഈമാന്റെ മാധുര്യം ലഭിക്കുന്നതാണ്. ഈമാൻ നല്ല രസമുള്ള സാധനമാണ്. ഈമാൻ നല്ല രസമുണ്ടാവും. ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി റളിയല്ലാഹു അൻഹു തന്റെ സഹീഹുൽ ബുഖാരിയിൽ ബാബു ഹലാവത്തിൽ ഈമാൻ എന്ന് പറയുന്ന ഒരു അധ്യായം പറഞ്ഞിട്ടുണ്ട്. ഈമാന്റെ മധുരത്തെ കുറിച്ച് പറയുന്ന പാഠം. ഈമാൻ നല്ല മധുരമുള്ളതാണ്. അതിന് 3 നിബന്ധനയുണ്ട്. ഒന്ന്, മൻ റളിയ ബില്ലാഹി റബ്ബ, അള്ളാഹുവിനെ റബ്ബായിട്ട് ഇഷ്ടപ്പെടണം. നമുക്ക് എന്താ തോന്നുക? ഒരു 25,000 ഉറുപ്പ്യ കിട്ടിയെന്ന് വിചാരിക്കുക. പ്രതീക്ഷിക്കാത്ത ഭാഗത്തു കൂടെ ഒരു 25,000 ഉറുപ്പ്യ കിട്ടി. നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എവിടുന്നോ പണ്ടെന്നോ കിട്ടാനുള്ള പൈസ മറന്നു പോയതായിരുന്നു. കിട്ടൂലാന്ന് കരുതി എഴുതി തള്ളിയായിരുന്നു. ഗൾഫിലെ കഫ്റ്റീരിയക്ക് കൊടുത്തു പോകുന്നതായിരുന്നു. കിട്ടൂലാന്ന് ഉറപ്പിച്ച കേസാണ്. അത് കിട്ടി. അപ്പോൾ വലിയ റാഹത്തായി. അപ്പോൾ അങ്ങനെ തീരുമാനിച്ചു, ഈ 25,000 ഉറുപ്പ്യ കൊണ്ട് ഒരു 10,000 ഉറുപ്പ്യ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനം വാങ്ങി കൊടുക്കാണ്ട് അതിന് കൊടുത്തു തീർക്കണം. ബാക്കി 15,000 ഉറുപ്പ്യ കൊണ്ട് ടൈൽസ് വാങ്ങിയിട്ട് സിറ്റ് ഔട്ടിലൊന്ന് ടൈൽസ് ഇടണം എന്ന് തീരുമാനിച്ചു. അങ്ങനെ എന്നാൽ ആദ്യം ടൈൽസ് നോക്കാം എന്ന് കരുതി. അങ്ങനെ ടൈൽസ് എടുക്കാൻ വേണ്ടി ടൈൽസ് കടയിൽ പോയി. 15,000 ഉറുപ്പ്യൻ്റെ ഒരു സിറ്റ് ഔട്ടത്തെ മാത്രമാണ് മാറ്റാൻ വിചാരിക്കുന്നത്. അപ്പം നല്ല ടൈൽസൊക്കെ നോക്കിങ്ങാണ്ട് തീരുമാനിച്ചു. വലിയ വർത്താനൊക്കെ പറഞ്ഞു, ബില്ലാക്കൂട് റെഡി കാശാണ്, റെഡി പൈസ ആയതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് കുറച്ചുണ്ടോ ആ ടാക്സ് എന്നൊക്കെ പറഞ്ഞുങ്ങാണ്ട് വർത്താനൊക്കെ പറഞ്ഞുകൊണ്ട് ഓനോട് ബില്ലാക്കാൻ പറഞ്ഞു. ഓൻ ബില്ലാക്കി സാധനമൊക്കെ എടുത്ത് ഇങ്ങനെ വണ്ടി കയറ്റുന്നുണ്ട്. ഇപ്പുറത്ത് ഇങ്ങനെ ബില്ലടിക്കുന്നുണ്ട്. ബില്ലടിച്ചിട്ട് ഇങ്ങനെയാണ് കൊടുക്കാൻ വേണ്ടിയിട്ട് കീശയിലേക്ക് ഇങ്ങനെ കൈയിട്ട് നോക്കുമ്പോൾ അടിയിലൊരു ഓട്ട ടും 25,000 ഡി പോയിട്ടുണ്ട്. അപ്പൊ പറയും, എന്താപ്പ കാട്ട, പടച്ചോന്റെ ഒരു വിധിയല്ലേ. ആ 25,000 രൂപ മിഞ്ഞാന്ന് കിട്ടിയത് ഗോപാലനായരെ വിധിയല്ല, അത് പടച്ചോന്റെ വിധി തന്നെയായിരുന്നു. എന്തേലും പറ്റുമ്പോ മാത്രമേ പടച്ചോന്റെ വിധി. നമുക്ക് നല്ല കാര്യങ്ങൾ ഉണ്ടാകുന്നതും പടച്ചോന്റെ വിധിയാന്ന് എന്തേ തോന്നാൻ. എന്തേലും പറ്റിയപ്പോ പടച്ചോന്റെ വിധിയല്ല, എന്താപ്പ കാട്ടാന്ന്. കല്യാണം കഴിഞ്ഞേക്കിന് ആദ്യം തീരുമാനം എടുത്തു, നമുക്ക് 3 കൊല്ലത്തിന് കുട്ടികൾ വേണ്ടട്ടോന്ന്. പക്ഷെ 6 മാസം കഴിഞ്ഞപ്പോൾ അതിനാണ് ഉണ്ടായി. എന്താപ്പ കാട്ട, പടച്ചോന്റെ ഒരു വിധിയല്ലേ. ഇങ്ങനെയാണ് നമ്മളെ വിധികൾ. അള്ളാഹിനോട് ഒരു ഇഷ്ടമില്ല. അള്ളാഹു തആല ചെയ്യണതൊക്കെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഏറ്റെടുക്കൽ മാത്രമാണ് ചെയ്യുന്നത്. ഓന് ഈമാന്റെ രസം ഉണ്ടാവില്ല. ഓന് ഈമാന്റെ ഒരു രസം ഉണ്ടാവില്ല. അള്ളാഹിനോട് ഒരാൾക്ക് റബ്ബായിട്ട് എപ്പോൾ ഇഷ്ടം തോന്നുന്നുവോ അപ്പോൾ മാത്രമേ ഈമാന്റെ മാധുര്യം ഉണ്ടാവുള്ളൂ. തന്നെ പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞത് വബിൽ ഇസ്ലാമി ദീന, ഇസ്ലാമിനെ ദീനായിട്ട് ഇഷ്ടപ്പെട്ടാലാണ് ഈമാന്റെ മാധുര്യം ഉണ്ടാവുക. 5 സെന്റ് സ്ഥലമുണ്ട്, തറപ്പണി കഴിഞ്ഞിട്ടുണ്ട്, ജില്ലാ ബാങ്കിൽ നിന്ന് ലോണ് കിട്ടാനുണ്ട്. എന്താപ്പ കാട്ട, നമ്മൾ മുസ്ലിങ്ങളായി പോയില്ലേ. ഈമാന്റെ ഒരു രസം ഉണ്ടാവില്ല. കാരണം അവൻ ഇഷ്ടപ്പെട്ട് മുസ്ലിം ആയതല്ല, കഷ്ടപ്പെട്ട് മുസ്ലിം ആയതാണ്. ഇടങ്ങേറായതുകൊണ്ട് ഇതിൽ നിൽക്കുകയാണ്, ഇഷ്ടം ഉണ്ടായതുകൊണ്ട് നിൽക്കല്ല. ഈമാന്റെ രസം ഉണ്ടാവില്ല. അതാണ് വബിൽ ഇസ്ലാമി ദീനൻ, ഇസ്ലാമിനെ ദീനായിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ രസം ഉണ്ടാവുള്ളൂ. നല്ല മഫ്തൊക്കെ ഇട്ടിട്ട് ചുറ്റിക്കെട്ടിയിട്ട് കോളേജിക്ക് പോണ കുട്ടി ഒരു ദിവസം അടുത്തിരിക്കുന്ന കുട്ടിനോട് പറയാണ്, എൻ്റെ അമ്മയും ബാപ്പിയൊക്കെ വലിയ റിലീജിയസ് ആണ്, ഓലിങ്ങനെ അല്ലാതെ പോരാനയക്കൂല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പോന്നതാണ്. കുടുങ്ങിയിട്ട് മഫ്തിട്ടാൽ ഒരു രസം ഉണ്ടാവില്ല. ഇഷ്ടപ്പെട്ടിട്ടാലേ രസം ഉണ്ടാവുള്ളൂ. ഏത് കാര്യം അങ്ങനെ തന്നെയാണ്. ഇഷ്ടപ്പെട്ടു വയതിന് വന്നതാണെങ്കിലേ രസം ഉണ്ടാവുള്ളൂ. ഇടങ്ങേറായിട്ട് വന്നതാണെങ്കിൽ വയറിൽ ഒരു രസം ഉണ്ടാവില്ല. തന്നെ എല്ലാ കാര്യവും അങ്ങനെയാണ്. അതുകൊണ്ട് ദീനിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈമാന്റെ രസം ഉണ്ടാവും. വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യം വറസൂല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയും റസൂലുമായി ഇഷ്ടപ്പെട്ടാലേ ഈമാന്റെ രസം ഉണ്ടാവുള്ളൂ. അംഗീകരിച്ചാൽ പോരാ,
അംഗീകരിക്കലും ഇഷ്ടപ്പെടലും രണ്ടാണ്. മുഹമ്മദ് നബിയെ അംഗീകരിച്ചാൽ പോരാ, മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടപ്പെടണം. അപ്പോഴേ ഈമാന്റെ രസം കിട്ടുള്ളൂ. ഇഷ്ടപ്പെട്ടവർക്കൊക്കെ ഈമാന്റെ രസം ഉണ്ടായിട്ടുണ്ട്. ഈ ഉമ്മത്തിൽ ഏറ്റവും ഈമാനുള്ള മനുഷ്യൻ സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആകുന്നു. ഈ ഉമ്മത്തിൽ ഏറ്റവും ഈമാനുള്ള മനുഷ്യൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അതുകൊണ്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനുണ്ടായ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? മുഹമ്മദ് നബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അടങ്ങാത്ത ഇഷ്ടമാണ്. അതന്നെ ഈമാന്റെ അടിസ്ഥാനം. ലഅനത്തുല്ലാഹി അലൈഹി, ഇബ്ലീസ് കരഞ്ഞത് 3 സമയത്താണ് ഞാൻ പറഞ്ഞു. ഒന്ന്, ഹീന ഉബിത്ത, സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ ഒളിച്ചു. വലിയ വർത്താനൊക്കെ പറഞ്ഞാണ്ട് അവിടെ ഇങ്ങനെ കൂടിയതായിരുന്നു. ആദം നബി അലൈഹി ഇസ്ലാമിനെ ഷേപ്പാക്കിങ്ങാണ്ട് സ്വർഗത്തിൽ ഇങ്ങനെ വലിയ ആളായിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു. പക്ഷെ പൊട വറുത്ത് നന്നപ്പോൾ ഒളിച്ചു. ഹീന ഹുബിത്ത, സ്വർഗത്തിൽ നിന്ന് താഴേക്ക് എറിഞ്ഞപ്പോൾ അവൻ കരഞ്ഞു. രണ്ടാമത് കരഞ്ഞത് ഹീന ഉലിദ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രസവിക്കപ്പെട്ട സമയത്ത് ലഅനത്തുല്ലാഹി അലൈഹി കരഞ്ഞു. നബി തങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വൽ 12-ന് തിങ്കളാഴ്ച സുബ്ഹിയോടടുത്ത സമയത്ത് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചപ്പോൾ അവൻ കരഞ്ഞിട്ടുണ്ടെന്നാണ്. മൂന്നാമത് ലഅനത്തുല്ലാഹി അലൈഹി ഇബ്ലീസ് കരഞ്ഞത് ഹീന നുസില, സൂറത്തുൽ ഫാത്തിഹ ഇറങ്ങിയപ്പോഴാണ്. എന്തേ കാരണം? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതാ കാരണം. നമ്മൾ എന്തുണ്ടായാലും പറയല്ലോ അൽഹംദുലില്ലാ, എല്ലാ സ്തുതിയും അള്ളാഹുവിനാണെന്ന്. അതാ ചങ്ങായിക്ക് തീരെ കണ്ടൂടാ ആ വർത്താനം. അതുപോലെ തീരെ പറ്റൂല എന്നുള്ളത് തന്നെയാണ് പ്രശ്നം. അതുകൊണ്ട് ഹംദ് കൽബിലുറച്ചവനെ തവക്കുലുണ്ടാവുള്ളൂ. ഹംദ് കൽബിലുറച്ചാലേ തവക്കുലുണ്ടാവുള്ളൂ, അല്ലാതെ ഒരിക്കലും ഉണ്ടാവില്ല. ഏത് നന്മയുടെ പിന്നിലും അത് പറയാൻ വേണ്ടി നിർദ്ദേശിച്ചു. ഇത് തവക്കുലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിക്റാണ് അൽഹംദുലില്ലാ എന്ന ദിക്ർ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അല്ലാഹുവിനാകുന്നു എല്ലാ സ്തുതികളും. എല്ലാ സ്തുതികളും അല്ലാഹുവിന് അർപ്പിക്കണമെങ്കിൽ എല്ലാ നിഅമത്തും അവനിൽ നിന്നാണ് എന്ന വിശ്വാസം ഉണ്ടായിരിക്കണം. അതന്നെയാണ് ഒരു മനുഷ്യന്റെ വിജയവും. ആ വിശ്വാസമാണ്. അപ്പോഴേ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് വിജയം എന്ന് പറയുന്നത്. ഇത് സ്വാലിഹീങ്ങളായ ആൾക്കാരൊക്കെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അവർക്ക് വലിയ തവക്കുലായിരുന്നു. ആ തവക്കുൽ കൊണ്ട് അവർ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. സഹാബത്ത് ഉൾപ്പെടെ, താബിയങ്ങൾ ഉൾപ്പെടെ, തബഉ താബിയങ്ങൾ ഉൾപ്പെടെ ലോകത്ത് കഴിഞ്ഞു പോയ എല്ലാ സജ്ജനങ്ങളായ ആളുകളെയും പരിശോധിച്ചാൽ അവരൊക്കെ തവക്കുലിന്റെ, അള്ളാഹുവിനെ ഭരമേൽപ്പിക്കുന്നതിൻ്റെ വലിയ മാതൃകകളായിട്ടുണ്ട് എന്ന് കാണാൻ കഴിയും. അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കണം. ശരിക്കും റജബ് മാസം ബറക്കത്തിന് ദ്വാരക്കാൻ പറഞ്ഞ മാസമാണ്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റജബ് മാസമായാൽ ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യുകയും റമളാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കുകയും ചെയ്യണമേ. റജബിലെ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ തിരിയലാണ് എന്നാണ്. ഷഅബാന്റെ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനസ്സിലാക്കലും, റമളാനിലെ ബറക്കത്ത് ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനസ്സിലാക്കലുമാണ്. റജബിന്റെ ബറക്കത്ത് അള്ളാഹിനെ മനസ്സിലാക്കലാണ്. റജബിലെ എല്ലാ ചിന്തകളും, എല്ലാ പ്രഭാഷണങ്ങളും, എല്ലാ വയലുകളും അള്ളാഹുവിനെ കുറിച്ചായിരിക്കണം. അള്ളാഹിനെ അറിഞ്ഞാൽ അവനെ ഇഷ്ടപ്പെടാൻ കഴിയും. അള്ളാഹുവിനെ അറിഞ്ഞാൽ അവനെ ഏൽപ്പിക്കാൻ കഴിയും. നിങ്ങൾ എന്നോട് ദ്വാരനോളി, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാമെന്ന് അള്ളാഹു തആല പറഞ്ഞിട്ടുള്ളത് തരാൻ വേണ്ടി പറഞ്ഞു തന്നെയാണ്, അല്ലാതെ പറ്റിക്കാൻ പറഞ്ഞതല്ല. തരാനുള്ളോൻ പറഞ്ഞതാണ്, പറഞ്ഞാൽ തരുന്നോൻ പറഞ്ഞതാണ്. നിങ്ങൾ എന്നോട് ദ്വാരക്ക് ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. പക്ഷേ നമുക്ക് പലപ്പോഴും ദുആകൾ എന്ന് പറയുന്നത് ചുരുങ്ങി പോകുന്നു. ദ്വാരക്കാൻ വേണ്ടി എന്തേലും കൊടുക്കും, പക്ഷെ നമ്മൾ ദ്വാരക്കൂല. ദ്വാരക്കാൻ സംഭാവന തന്ന പല ആൾക്കാരും ഇവിടെ ഉണ്ടാവില്ല. അസുഖമുള്ള ആൾക്കാരെ പറ്റിയിട്ടല്ല ഞാൻ ഈ പറയണ കേട്ടോ. ദ്വാരക്കാൻ നമ്മൾ കൊടുക്കാൻ തയ്യാറാണ്, ദ്വാരക്കാൻ തയ്യാറില്ല. കൊടുക്കൽ വേണം, അതിലേറെ ദ്വാരക്കും വേണം. പ്രത്യേകിച്ച് മക്കൾക്ക് വേണ്ടി മാതാപിതാക്കളുടെ ദ്വാ നല്ലോണം ഉണ്ടാവണം. ഇമ്മാന്റെയും മാപ്പാന്റെയും ദ്വാന്റെ അത്രേ മക്കൾക്ക് ഗുണമുള്ള വേറൊരു ദ്വയില്ല എന്നാണ്. മഹാനായ സയ്യിദുനാ മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി റളിയല്ലാഹു അൻഹു
ജന്മനാ കണ്ണ് കാണാത്തയാളായിരുന്നു. ഉമ്മ തോർന്നതാണ്. ഉമ്മ തോർന്നിട്ട് കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടിയിട്ട് 4000 ഉസ്താദുമാരെ നേരിൽ കണ്ട് ഇൽമു പഠിച്ചിട്ടുണ്ട് സയ്യിദുനാ മുഹമ്മദ് ബിൻ ഇസ്മായിലുൽ ബുഖാരി. നമ്മൾ തമ്മ് തെറ്റിയാല് 4 വർത്താനൊക്കെ പറഞ്ഞതിന്റെ ശേഷം അവസാനം ചോദിക്കും ബുഖാരിയിലുണ്ടോ. 2 വർത്താനൊക്കെ പറഞ്ഞു നോക്കും, പിന്നെ അവസാനം എന്ത് ചോദിക്കും, ബുഖാരിയിലുണ്ടോന്ന് ചോദിക്കും. ആ ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹു ഉമ്മാന്റെ ദുആയാണ്. 4000 ഉസ്താദുമാരെ ഞമ്മക്ക് മര്യാദക്ക് 4 ഉസ്താദുമാരില്ല. അതിൽ തന്നെ 1ാം ക്ലാസ്സിൽ പഠിപ്പിച്ച മമ്മൂട്ടി അല്ലാക്കാനെ ഓർമ്മയില്ല. നാളെ ഒരാട് ചോദിച്ചു അന്നെ 1 പഠിപ്പിച്ചത് ആരെയെന്ന് ചോദിച്ചു. അതിൽ ഓൻ പറഞ്ഞു അതൊരു താടിയുള്ള ഉസ്താദായിരുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു കൊറ്റനാടറ്റാണോ ചോദിച്ചു. അവനെൻ്റെ ഉസ്താദന്മാരെ ഓർമ്മയില്ലേ, പിന്നെ അവനോട് എന്താ ചോദിക്കാതല്ലാതെ വേറെ എന്താ ചോദിക്കാൻ പറ്റിയ വർത്താനുള്ളത്. ഉസ്താദന്മാരെ ഓർക്കാത്തവന് എന്തിനാ പറ്റിയാന്ന്. അതുകൊണ്ട് ആർക്കെങ്കിലും ഓർമ്മയില്ലെങ്കിൽ ഇന്നെ അമ്മാട് ചോദിക്കണം, അമ്മ ഇന്നെ 1ാം ക്ലാസ്സിൽ ആരെ പഠിപ്പിച്ചതെന്ന്, 2ൽ ആരെ പഠിപ്പിച്ചതെന്ന്. 1 കിലോ ആപ്പിൾ വാങ്ങിയാണ്ട് തെരഞ്ഞു പോണ ആളെ, എന്നിട്ട് ആ ആപ്പിൾ കൊടുത്തുങ്ങാണ്ട് ദ്വാരക്കാൻ പറഞ്ഞിട്ട് ദ്വാരപ്പിച്ച് പോരുമ്പോൾ ഒരു 500 തൊട്ട് വേറെ കീശയിലിട്ട് കൊടുക്കും വേണം. ഗുരുനാഥന്മാരെ ഓർമ്മയില്ലാത്തവൻ എന്തിനാ പറ്റുക, വേറെ ഒന്നിനും പറ്റൂലല്ലോ. അതന്നെ 4000 ഉസ്താദന്മാരാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു വെറുതല്ല ബുഖാരിയിലുണ്ടോന്ന് ചോദിക്കണതിന്റെ കാരണം. സയ്യിദുനാ മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയുടെ രചന നിർവഹിച്ചു. സഹീഹുൽ ബുഖാരി ഉണ്ടാക്കിയ ശേഷം അതിന്റെ പ്രകാശനം തീരുമാനിച്ചത് മദീനയിലാണ്. മദീനയിൽ ചെന്ന് റൗള ഷരീഫിന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുക. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റൗള ഷരീഫിൽ നിന്ന് വിളിക്കുമ്പോൾ സഹീഹുൽ ബുഖാരി നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് റൗളയിലേക്ക് കയറാനായിരുന്നു തീരുമാനം. മഹാനായ സയ്യിദുനാ മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയും കയ്യിൽ പിടിച്ച് റൗള ഷരീഫിന്റെ പുറത്ത് പോയി നിന്നു. പക്ഷേ നബി തങ്ങൾ വിളിച്ചില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. വിളിച്ചിട്ടേ പോകുള്ളൂ എന്ന് തീരുമാനിച്ചിട്ട് അവിടെ നിന്നു. അവസാനം ദിവസങ്ങളോളം കാത്തു നിന്നു. ഒരു ദിവസം ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ വന്നു. എന്നിട്ട് മഹാനവറുകളെ വിളിച്ചപ്പോ സഹീഹുൽ ബുഖാരി നെഞ്ചോട് ചേർത്ത് പിടിച്ച് റൗള ഷരീഫിലേക്ക് കയറി. അന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയുമായി കാത്തു നിന്ന സ്ഥലത്ത് പിന്നീട് സൗദി ഗവൺമെന്റ് ഒരു പള്ളി ഉണ്ടാക്കി. അതാണ് മദീനയിലെ മസ്ജിദുൽ ബുഖാരി എന്ന് പറയുന്ന പള്ളി. എന്തേ കാരണം? കാരണം തന്നെയാണ് മഹാനവറുകൾക്ക് തൻ്റെ ഉസ്താദിന് ഓർമ്മ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ നിഅമത്തുകളെ നമ്മളെപ്പോഴും ഓർക്കണം. അപ്പോഴാണ് അള്ളാഹുവെങ്കിൽ